ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളെ ബാങ്ക് അക്കൗണ്ട് ആധാറിലൂടെ എങ്ങനെ ആഡ് ചെയ്യാൻ നമുക്കെന്ന് കാണാം. ഈ കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോഴത്തെ സമയത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സമയത്തിൽ നമ്മളെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഓരോ പെൻഷനോ സ്കോളർഷിപ്പ് എല്ലാം കിട്ടലുണ്ടാകും. അതേപോലെ PMന്റെ സൈഡിൽ നിന്ന് ഓരോ ഫോർമേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് ഒക്കെ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതൊക്കെ നിങ്ങൾ ആധാർ കാർഡിലൂടെ ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് നിങ്ങളെ ആധാറിലൂടെ ലിങ്ക്ഡ് ആയിരിക്കണം. എന്നാൽ തന്നെ ഈ എമൗണ്ടുകൾ നമുക്ക് ട്രാൻസ്ഫർ ആയി കിട്ടും. അഥവാ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളെ ആധാർ കാർഡിലൂടെ ലിങ്ക്ഡ് ആയിരിക്കണമെങ്കിൽ മാത്രം തന്നെ ഈ ട്രാൻസാക്ഷൻ കിട്ടും. പക്ഷെങ്കിൽ അഥവാ നിങ്ങളെ ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ഒക്കെ തിരിച്ച് ഗവൺമെന്റിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരും എങ്ങനെയാണ് നമ്മളെ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡിലൂടെ എങ്ങനെ ലിങ്ക് ചെയ്യേണ്ടത് നമുക്ക് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക NPCI. ഇനി നമ്മളെ ഫ്രണ്ടിൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ലിങ്ക് വന്നിട്ടുണ്ടാകും. ഈ ഒരു ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഈ പോർട്ടിന്റെ അകത്ത് ഒരു പുതിയ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിനെ നിങ്ങളെ ആധാർ കാർഡിലൂടെ ലിങ്ക് ചെയ്യാൻ പറ്റും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ. ഇവിടെ നിങ്ങൾ മാനുവൽ സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് കസ്റ്റമർ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ഭാരത് ആധാർ സീഡിംഗ് ഇനേബിൾ. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇതിലൂടെ നിങ്ങളെ കാര്യമെല്ലാം വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ബാങ്ക് അക്കൗണ്ടിനെ ആധാർ കാർഡിലൂടെ ലിങ്ക് ചെയ്യാൻ പറ്റും, അതിന്റെ സ്റ്റേറ്റസ് കാണാൻ പറ്റും, അതിന്റെ ഹിസ്റ്ററി കാണാൻ പറ്റും, ഏതാണ് ബാങ്ക് എപ്പോഴാണ് ലിങ്ക് ആയതെന്നെല്ലാം കാണാൻ പറ്റും. നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിനെ നിങ്ങൾ ആധാർ കാർഡിലൂടെ ലിങ്ക് ചെയ്യണം മുമ്പ് ഒരു കാര്യം ചെക്ക് ചെയ്യണം. ഇതിനു മുമ്പ് നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളെ ആധാർ കാർഡിലൂടെ ലിങ്ക് ആയിരുന്നോ അതോ ഇല്ലയോ, അതോ ഇതിനു മുമ്പ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ ലിങ്ക് ചെയ്യുമ്പോൾ. സോ അതിനുവേണ്ടി നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ആധാർ മാപ്ഡ് സ്റ്റേറ്റസ്. സോ അത് നമുക്ക് ഫസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്യണം. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ നിങ്ങൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ക്യാപ്ച കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചെക്ക് സ്റ്റേറ്റസിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളെ ഫോണിൽ ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ ഇതൊരു വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളാണോ ചെയ്യുന്നതെന്ന് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം കൺഫേം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്കിവിടെ അക്കൗണ്ട് സ്റ്റേറ്റസ് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ലാസ്റ്റിൽ ഏതാണ് ബാങ്ക് അക്കൗണ്ട് എപ്പോഴാണ് ലിങ്ക് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ആദ്യം ലിങ്ക് ചെയ്ത ഡേറ്റ് വന്നിട്ട് 2021. ഇവിടെ ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം DBT എനേബിൾ ആണ്. അതിനുശേഷം മാൻഡേറ്റ് ഫ്ലാഗിൽ കാണുമ്പോൾ യെസ് എന്ന് മെൻഷൻ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ അക്കൗണ്ടിൽ ഒരു ഇഷ്യൂ ഇല്ല. അഥവാ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഓൾഡ് ഫ്ലാഗിൽ N എന്ന് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നോ. അതേപോലെ നമുക്ക് ഇവിടെ N എന്ന് മെൻഷൻ ആയിരിക്കും. ഇപ്പൊ നമ്മൾ പുതിയ ബാങ്ക് അക്കൗണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ലിങ്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ആധാർ സീഡിംഗ് ഓപ്ഷൻ. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ആധാർ സർവീസ് ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് കൺഫേം എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് നമ്മൾ ആധാർ നമ്പർ കൊടുക്കണം. അതിനുശേഷം റിക്വസ്റ്റ് ഫോർ ആധാറിൽ 2 ഓപ്ഷനുകൾ കാണാൻ പറ്റും, സീഡിംഗ് അതോ ഡീസീഡിംഗ്. അഥവാ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിനെ ആധാറിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ സീഡിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അഥവാ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് മാറ്റണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മളിവിടെ സീഡിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന നമ്മളെ ബാങ്കിന്റെ പേര് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ടിനെ ലിങ്ക് ചെയ്യാൻ നോക്കുന്നു ആ ബാങ്കിന്റെ പേര് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് ബാങ്കിന്റെ പേരുകൾ ലിസ്റ്റുകൾ കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലിങ്ക് ചെയ്യാൻ നോക്കുന്നു. അതുകൊണ്ട് ഞാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് സീഡിംഗ് ടൈപ്പ് സെലക്ട് ചെയ്യാൻ പറയും. ഇവിടെ നമുക്ക് സെലക്ഷൻ ചെയ്ത് കൊടുക്കണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ കാണാൻ പറ്റും ഫ്രഷ് സീഡിംഗ്. നമ്മൾ നേരത്തെ ആധാർ അക്കൗണ്ട് സ്റ്റേറ്റസ് ചെക്ക് ചെയ്തപ്പോൾ അവിടെ അഥവാ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും ലിങ്ക് ഇല്ലെന്ന് കാണിച്ചാൽ, ഇതിനു മുമ്പ് നിങ്ങൾ ഒരിക്കലും ബാങ്ക് അക്കൗണ്ട് ഇതിൽ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി നമുക്കിവിടെ ഫ്രഷ് സീഡിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് ഫ്രഷ് സീഡിംഗിൽ എപ്പോഴാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ സ്റ്റേറ്റസിൽ ഒരു ബാങ്ക് ഒന്നും ലിങ്ക് ആയിട്ടില്ലെന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അഥവാ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് നേരത്തെ ലിങ്ക് ആണെങ്കിൽ അതോ അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് ആഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, മൂവ്മെന്റ് സെയിം ബാങ്ക് വിത്ത് അനദർ അക്കൗണ്ട്. ഈ ഓപ്ഷൻ വന്നിട്ട് അവർക്ക് മാത്രമാണ്. എന്ന് വെച്ചാൽ സെയിം ബാങ്കിൽ വേറെ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയാണെങ്കിൽ, എങ്ങനെ വെച്ചാൽ എന്റെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിൽ എനിക്ക് വേറെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് നമ്പറിനെ നമുക്ക് ഇവിടെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. പക്ഷെങ്കിൽ നമുക്കിവിടെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വേറെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് HDFC ബാങ്കിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, മൂവ്മെന്റ് ഫ്രം വൺ ബാങ്ക് ടു അനദർ ബാങ്ക്. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അക്കൗണ്ട് നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ടാകും. അതിനുശേഷം കൺഫേം അക്കൗണ്ട് നമ്പർ കൊടുക്കുക, സെയിം ടു സെയിം. എല്ലാം കൊടുത്തതിന് ശേഷം ഒരിക്കലും ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം കറക്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ബൈ സബ്മിറ്റിംഗ് മൈ ആധാർ നമ്പറിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ക്യാപ്ച കോഡ് സെയിം ടു സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളെ ഫ്രണ്ട് ടേംസ് ആൻഡ് കണ്ടീഷന്റെ പേജ് ഓപ്പൺ ആവും. ഇതിന് നമുക്ക് ഇതേപോലെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അഗ്രി ആൻഡ് കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആധാറിൽ ഏത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ OTP വന്നിട്ടുണ്ടാകും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ ഒരു ചെറിയ പോപ്പപ്പ് ഓപ്പൺ ആയി വരും. ഇതൊരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. നമ്മളെ ആധാറിൽ നേരത്തെ ഉള്ള ഇന്ത്യൻ ബാങ്കിൽ നിന്ന് നമ്മളെ പുതിയ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് കൺഫേം എന്ന് ക്ലിക്ക് ചെയ്യാം.
ഇതേപോലെ നമ്മൾ കൺഫേമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ആധാർ സീഡിംഗ് സ്റ്റേറ്റസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുമ്പോൾ ആധാർ സീഡിംഗ് സ്റ്റേറ്റസ് വന്നിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അക്കൗണ്ട് നമ്പർ എല്ലാം വന്നിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ ആധാറിൽ ഇന്ത്യൻ ബാങ്ക് കൊടുത്തതിനെ നമ്മൾ മാറ്റിയിട്ട് പുതിയ ഒരു പഞ്ചാബ് നാഷണൽ ബാങ്കിനെ ആഡ് ചെയ്ത് കൊടുത്തു. അതിവിടെ കാണാൻ പറ്റും. അതിന്റെ കൂടെ നമ്മൾ അക്കൗണ്ട് നമ്പറുകൾ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ഇതേപോലെയാണ് ഇപ്പം കാണിക്കുന്നത്. പക്ഷേ ഞാൻ ഇതിന്റെ ഒരു സ്റ്റേറ്റസ് കാണിച്ചു തരാം. ഇത് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ആധാർ മാപ്ഡ് സ്റ്റേറ്റസ്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. ഇവിടെ ഫസ്റ്റിൽ നമ്മൾ ചെക്ക് ചെയ്ത സ്റ്റേറ്റസ് ഇപ്പോൾ മാറിയിട്ടുണ്ടാകും. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെക്ക് സ്റ്റേറ്റസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ആധാറിലൂടെ ഒരു OTP വരും. അതിനെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. ഇവിടെ നമ്മൾ സ്റ്റേറ്റസ് ഓപ്പൺ ആയി വന്നു. ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മളെ ബാങ്ക് അക്കൗണ്ട് വന്നിട്ട് നേരത്തെ ഫസ്റ്റിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇന്ത്യൻ ബാങ്ക് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ കാണുമ്പോൾ നമ്മൾ ഇന്ന് ചേഞ്ച് ചെയ്ത നമ്മളെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പുതിയ ബാങ്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളെ പുതിയ ബാങ്ക് അക്കൗണ്ട് നമ്മളെ ആധാർ കാർഡിലൂടെ ലിങ്ക് ആയിട്ടുണ്ട്. അതേപോലെ മാൻഡേറ്റ് ഫ്ലാഗിൽ നമുക്ക് യെസ് എന്ന് ഷോ ആകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഏതൊക്കെ ബെനിഫിറ്റുകൾ കിട്ടുന്നോ, ഏതൊക്കെ ട്രാൻസ്ഫർ നടക്കുന്നോ അതൊക്കെ നമുക്ക് ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകും. ഈ പുതിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകും. അതേപോലെ ഒരു ചിലവർ ഇത് ചെയ്തതിനു ശേഷം ഒന്നും വരുന്നില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് UIDന്റെ ഒഫീഷ്യൽ പേജിലേക്ക് ഞാൻ പോയിട്ട് കാണിച്ചു തരാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ മൈ ആധാർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ ഒഫീഷ്യൽ ലിങ്ക് കാണിക്കുന്നുണ്ടാകും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഇതിന്റെ ലൈവ് സ്റ്റേറ്റസ് കാണാൻ പറ്റും. ഇവിടെയും നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ബാങ്ക് സീഡിംഗ് സ്റ്റേറ്റസ്. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഏത് ബാങ്ക് അക്കൗണ്ടിൽ DBT പൈസ വന്നിട്ട് ഏത് അക്കൗണ്ടിൽ വരും എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വരുന്ന പെൻഷൻ, സ്കോളർഷിപ്പ് അതൊക്കെ നമുക്ക് ഏത് ബാങ്ക് അക്കൗണ്ടിൽ വരും എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നമുക്ക് ഇവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് സൈഡിൽ കാണുന്ന ക്യാപ്ചർ സെയിം ടു സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ വിത്ത് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡിലൂടെ ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTPനോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇവിടെ ബാങ്ക് സീഡിംഗ് സ്റ്റേറ്റസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ കാണുമ്പോൾ ഇവിടെ നമ്മളെ അക്കൗണ്ട് ലൈവ് സ്റ്റേറ്റസ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ കൺഗ്രാജുലേഷന്റെ മെസ്സേജ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതേപോലെ നമ്മൾ ആധാർ വന്നിട്ട് ഏത് ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ആയിട്ടുണ്ടോന്നോ ഇവിടെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ നമ്മളെ ബാങ്ക് സ്റ്റേറ്റസ് കാണുമ്പോൾ ആക്റ്റീവ് എന്ന് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഏതൊക്കെ എമൗണ്ട് വരുന്നോ ആ എമൗണ്ട് നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ടിൽ വരും. ഒരു പ്രോബ്ലം ഇല്ലാതെ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആയി വരും. സോ ഇതേപോലെ നിങ്ങളെ ബാങ്ക് ഡീറ്റെയിൽ എല്ലാം ആധാർ കാർഡിലൂടെ ലിങ്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഞാൻ കാണിച്ചു തന്ന പോലെ നമ്മളെ സ്റ്റേറ്റസിനെ ഫസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ആ ബാങ്ക് ഡീറ്റെയിൽ എല്ലാം കൊടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ.